എൻ്റെ പേര് ബീന കുമാരി. എൻ്റെ മോനാണിത്. മോൻ്റെ പേര് റോണാണ്. ഞങ്ങൾ പെരുങ്കുളത്ത് കളിപ്പിടിക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ മോൻ്റെ പപ്പ മരിച്ചിട്ടിപ്പം 2 വർഷമായില്ല. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. ഞങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നു. അച്ഛൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് കിടപ്പായി. 5 മാസം കിടന്നു. ഈ മെയ് വരുമ്പോൾ 2 വർഷമാവുകയുള്ളൂ. അതുവരെ ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പ്രയാസപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇവന് ഇപ്പോൾ 26 വയസ്സായി. ഫെബ്രുവരി 18 25 കഴിഞ്ഞു. അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവൻ്റെ ചില കാര്യങ്ങൾ ഞാനും അച്ഛനും അവനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന. അവൻ്റെ സ്കൂളിൽ വിട്ടാൽ അവൻ എന്ത് ചെയ്താൽ ബസ്സിൽ നിന്ന് ഇറങ്ങത്തില്ല, ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയല്ല. ഇപ്പം ഞാൻ തനിയെ ഉള്ളപ്പോൾ എന്നെ ഒട്ടും പറ്റത്തില്ല. ഇവന് വെളിയിൽ ഇറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ റൂമിലിരുന്ന് ഇതിന് ബോറടിക്കുകയാണ്. പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. അവന് ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ അവന് അത് മുറിച്ച് ഞാൻ വായി വെച്ച് കൊടുക്കണം. വെള്ളം, അതുപോലെ എല്ലാ കാര്യങ്ങളും അവനെ കുളിപ്പിക്കണം. അവന് യൂറിൻ പാസ് ചെയ്യണം. ഇവന് കണ്ടാൽ ഒരു കുഴപ്പമില്ലെന്നാണ് കാണുന്നവർക്ക്. പക്ഷേ ഇവന് എല്ലാ കാര്യങ്ങളും എനിക്കിവനെ പിടിച്ച് എനിക്കാണ് ഇപ്പോൾ കൈ വരും, 2 പെടലിയും കൈവരും എല്ലാം വേദനയാണ്. എനിക്കിപ്പം ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടാണ്. അച്ഛനുള്ളപ്പോൾ ഞങ്ങളതൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം മോനെ വെച്ചുകൊണ്ട് ഞാൻ എത്രയോ വർഷങ്ങളായി. ഞങ്ങളിവിടെ വന്നിട്ട് 10 വർഷമാകുന്നുള്ളൂ. മോനെയും വെച്ചുകൊണ്ട് ഞാൻ അന്ന് മുതലിരിക്കുകയാണ്. അച്ഛൻ പോയി കഴിഞ്ഞ് ഇവനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടിട്ട് പോകാം. മുറ്റത്തിറങ്ങി അവൻ അന്നേരം ഒച്ചയെടുക്കും. ഇവിടെയുള്ളവർക്ക് അറിയാം അവൻ്റെ കാര്യങ്ങൾ. കാരണം മോളുണ്ട്. മോള് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുവാണ്. അവർക്കും തൈറോയ്ഡ് പരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അവളുള്ളതാണ് ഞങ്ങൾ അവിടെ ഇവന് മരുന്നും ഞങ്ങളുടെ ചിലവും എല്ലാം അവളിൽ കൂടിയാണ്. അവൾക്കാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞു. അവർക്ക് സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കാൻ ഓർത്താടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അവളിൽ കൂടിയാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത്. എല്ലാവരും ഞങ്ങളുടെ പ്രയാസം കണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ ഈ വീടാണേലും റൂഫ് ടിന്നാണ്. അത് ഈ ചൂട് സമയത്ത് ഭയങ്കര ചൂട്. എൻ്റെ മോനാണേലും സ്കിൻ പ്രോബ്ലം ഉള്ളത്. അവന് പിറകിലെ ഉള്ളതാണ്. അവൻ്റെ കാലെല്ലാം നടക്കാതിരുന്നിട്ട് കാലെല്ലാം പൊട്ടിയിരിക്കുകയാണ്. പുറമെല്ലാം അവന് ഈ രോമകൂപം അടഞ്ഞിരിക്കുകയാണ്. അവന് വിയർപ്പ് പോകത്തില്ല. അങ്ങനെ അവന് എപ്പോഴും അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും എൻ്റെ കൈ അവൻ്റെ പുറത്താണ് എപ്പോഴും. എന്നിട്ട് നമ്മളടുത്തില്ലെങ്കിൽ ഈ ഭിത്തിയിലോട്ട് ചേർന്ന് നിന്ന് അവനിങ്ങനെ പുറയിട്ട് ഒരുങ്ങി അവൻ്റെ പുറം പൊട്ടിച്ചെന്നിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഷീറ്റിൻ്റെ ചൂട് കൊണ്ട് ഇവന് സഹിക്കാൻ വയ്യത്തില്ല. ആഹാരം 2-3 ദിവസം അവൻ ആഹാരം കഴിക്കത്തില്ല. അവൻ ചോറൊന്നും കഴിക്കത്തില്ല. ചോറ് കഴിക്കുകയില്ല. അവന് ചപ്പാത്തി മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. അതിന് പാല് വേണം, പഞ്ചസാര വേണം, ചപ്പാത്തിപ്പൊടി വേണം. അവൻ അത് മാത്രം. ഇപ്പം ചൂടായ കാരണം അവൻ അതും കഴിക്കത്തില്ല. ഇപ്പം ഇത്രയും സമയമായി ഇവന് 12 മണി കഴിഞ്ഞ് ഇവന് ഒരു വക ഇന്ന് കഴിച്ചിട്ടില്ല. വെള്ളം മാത്രം കുടിക്കും. ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇഡ്ഡലി കൊടുത്താലും അവന് വേണ്ട. അവന് സ്കിൻ പ്രോബ്ലം ഉള്ള കാരണം അവന് ദേഹം എപ്പോഴും ചൊറിച്ചിലാണ്. പിന്നെ അവൻ്റെ കാലെല്ലാം എപ്പോഴും അങ്ങ് നീര് വെച്ചിരിക്കും. കാല് തൂക്കിയിട്ടിരുന്ന പിന്നെ ബ്ലഡ് ഓട്ടം ഇല്ലാത്തതാണ്. കാലെല്ലാം ചൊറിഞ്ഞു പൊട്ടും. ഇപ്പോൾ ഈ ചൂടായ കാരണം അവന് ഭയങ്കര താങ്ങാനേ പറ്റുന്നില്ല. ഈ ഷീറ്റിൻ്റെ ഫാൻ ഇടാനും പറ്റത്തില്ല. ഫാൻ ഇട്ടാൽ ഭയങ്കര ചൂടാണ്. ഫാൻ സ്ലോ ആക്കിയിട്ട് ഇടണം. അവന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അവന് ഫിക്സിന് പിന്നെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി മേടിക്കുന്നുണ്ട്. സ്കിൻ പ്രോബ്ലം ഉണ്ട്. അവന് സാമ്പത്തികമായിട്ട് അവന് പൈസ വേണം. അവന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ അവന് ഫിക്സ് അവന് അടിക്കടി വരും. ഇവന് അവൻ മേലോട്ട് നോക്കിയാണ് നടക്കുന്നത്. നടന്ന് കാലൊന്ന് തട്ടി അന്നേരം അവൻ ഫിക്സ് വന്ന് വീഴും.